പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ 13-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ചിന്തകളാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. അതിൽ പ്രധാനമായും 36-ാം വാക്യം 13-ാം അധ്യായം 36-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ആണ് നമ്മൾ ആ ചിന്ത പറഞ്ഞ് നടത്തിയത്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു. തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. അടുത്ത വാക്യം കൂടെ, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഹ്രസ്വമായ ഒരു ചിന്തയാണ് നമ്മൾ പഠിച്ച് നടത്തിയത്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനും തൻ്റെ തലമുറയിൽ ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തവനെന്നും നമ്മൾ പഠിക്കുകയുണ്ടായി. ദൈവത്തിന് ഇഷ്ടമായ അനേക കാര്യങ്ങൾ ദാവീദ് തൻ്റെ തലമുറയിൽ ചെയ്തതായി നമ്മൾ പറയുണ്ടായല്ലോ. അതിലൊന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ നിത്യശത്രുവായിരുന്ന ഫെലിസ്ത്യന്മേലുള്ള ജയം. ഓർന്നാൻ്റെ കളം വാങ്ങി പിന്നീടത് ദേവാലയം അവിടെ പണിതു, ശലോമോൻ പണിതു എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന്, യെബൂസ്യരുടെ കയ്യിൽ നിന്ന് നഗരം പിടിച്ച് യെരൂശലേമെന്നും ദാവീദിന്റെ നഗരമെന്നും സിയോൻ കോട്ട എന്നുമൊക്കെ അതിനെ പേരിട്ടു. ഇതൊക്കെയും ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ഹിതമാവണ്ണം ചെയ്ത ചില പ്രവർത്തികളാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഈ വേദഭാഗങ്ങളൊക്കെ പ്രാരംഭ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ, 13-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ, പൗലോസ് സിനഗോഗിൽ വെച്ചുള്ള പ്രസംഗം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ ചരിത്രം, ഇസ്രായേലിൻ്റെ ചരിത്രം, അതുപോലെ തന്നെ മോശയെക്കുറിച്ചും ന്യായപ്രമാണം നൽകിയതിനെക്കുറിച്ചും ദാവീദിനെക്കുറിച്ചും ദാവീദിലൂടെ ഉത്ഭവിക്കുന്ന സന്തതിയായ മശിഹായെക്കുറിച്ചും അഥവാ യേശുവിനെക്കുറിച്ചും യേശുവിലൂടെ പ്രാപിക്കുന്ന രക്ഷയെക്കുറിച്ചും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം പൗലോസ് അവിടെ ചെയ്ത്. ദീർഘമായ ഒരു പ്രസംഗമാണ് എന്ന് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ 26 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ സിനഗോഗിലെ പ്രസംഗത്തിൽ ഒന്നുകൂടി നമ്മൾ ഒന്ന് നോക്കുവാണെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമുള്ള പ്രസംഗമാണ്. അതെഴുതിക്കോ. സിനഗോഗിലെ പ്രസംഗം ഒരു ചെറിയ കണ്ടന്റ് കൂടി എഴുതിക്കോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ. സിനഗോഗിലെ അന്ന് വാക്യം എഴുതിക്കോ. 39 വരെയാണ് സിനഗോഗിലെ പ്രസംഗം. ആ പ്രസംഗത്തിലെ വിഷയം, സബ്ജക്റ്റ്, ക്രിസ്തുവിനെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമുള്ള പ്രസംഗമാണ്. ക്രിസ്തുവിനെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചുമുള്ള പ്രസംഗമാണ്.
സിനഗോഗിലെ പ്രസംഗത്തിൽ പ്രധാനമായി ഊന്നിപ്പറഞ്ഞ വിഷയം, സലീം പാസ്റ്ററുടെ പ്രധാനമായ വിഷയം 26 മുതൽ നമുക്കത് കാണാം. 13-ാം അധ്യായം 26 മുതൽ 39 വരെ ആ പ്രധാനമായ വിഷയം ആണ് ഞാൻ പറഞ്ഞത്. ഏതാണ്? ക്രിസ്തുവിനെ കുറിച്ചും പാപമോചനത്തെ കുറിച്ചുമാണ് പൗലോസ് പ്രസംഗിച്ചത്. ഇത് പറയാൻ കാര്യം എന്താ? സിനഗോഗിൽ ആരാ കൂടിയിരിക്കുന്നത്? മുഴുവന് യഹൂദന്മാരാണ്, അല്ലേ? എന്താ യഹൂദന്മാരുടെ പാരമ്പര്യം നോക്കിയാൽ യേശുവിനെ ക്രൂശിപ്പാൻ കൂട്ടുനിന്നവരാണ്, അല്ലേ? മശീഹായി ആയി ലോകത്തിൽ വന്ന യേശുവിനെ അവർ തള്ളിക്കളഞ്ഞു, അല്ലേ? അതിനെതിരെ പ്രവർത്തിച്ചവരാണ് പൗലോസ്. എന്നാൽ പ്രത്യേക നിയോഗം വെളിപ്പാടിലൂടെ യേശുവിനെ അറിഞ്ഞു. അപ്പോൾ വിശ്വസിച്ച വിശ്വാസത്തിന് പ്രചാരകനായി യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ എന്ത് ചെയ്തു? പിസിദിയിലെ അന്ത്യോക്യയിലുള്ള സിനഗോഗിൽ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനം ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധയോടിരിക്കുക. അപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, സന്തതികളെ കുറിച്ച് പറഞ്ഞു, പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് വരുന്ന കൂട്ടത്തിലാണ് ദാവീദിന് സന്തതിയായി ജനിച്ച, ദാവീദിന് കുലത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക. അപ്പോൾ അവൻ ആരാകുന്നു എന്ന് ആ സിനഗോഗിലെ പ്രസംഗത്തിൽ തെളിയിച്ച് പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് പ്രസംഗിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കതിൻ്റെ 13-ാം അധ്യായം 26-ാം വാക്യം വായിച്ച് എല്ലാവരും ബൈബിളിലോട്ട് നോക്കിക്കും. 26 അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരോട് നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. അപ്പം വളരെ ധൈര്യത്തോടുകൂടെ ആ യഹൂദ സിനഗോഗിൽ പ്രസംഗിക്കുന്ന സമയം 26-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ദൈവം ഇസ്രായേലിനയച്ച രക്ഷാവചനം എന്താണ് എന്ന് പറയുന്നു. ഒരിക്കൽ ദൈവം ഇസ്രായേലിനയച്ച രക്ഷാവചനം എന്താണെന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. 26-ാമത്തെ വാക്യം. തുടർന്ന് അവൻ്റെ മരണകാരണം ഇല്ലാഞ്ഞിട്ടും, യേശുവിൻ്റെ മരണകാരണം ഇല്ലാഞ്ഞിട്ടും പീലാത്തോസ് യേശുവിനെ കൊല്ലണമെന്ന് വിധിച്ചു. കാരണമൊന്നുമില്ല, യേശു മരിക്കപ്പെടുവാണ്, കാരണമൊന്നുമില്ല. എങ്കിലും അന്ന് ഭരണാധികാരിയായ പീലാത്തോസ് യേശുവിനെ കൊല്ലണമെന്ന് വിധിച്ചു. ആളുകളും ആവശ്യപ്പെട്ടു, ഇവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ പ്രവാചകന്മാർ പ്രവചിച്ച രക്ഷകനാണ്, പ്രവാചകന്മാർ പ്രവചിച്ചിരുന്ന രക്ഷകനാണ് യേശു എന്ന് യെരൂശലേമിൽ താമസിച്ചിരുന്ന യഹൂദന്മാരും നേതാക്കന്മാരും അറിഞ്ഞില്ല. യെരൂശലേമിൽ താമസിച്ചിരുന്ന യഹൂദന്മാരും നേതാക്കന്മാരും അറിഞ്ഞില്ല. 27-28 വാക്യം അവിടെ എഴുതിക്കോ. 27-28 വാക്യം ഒന്ന് വായിച്ചേ, ശരിയാണെന്ന് നോക്കാം. നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബ്ദത്തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ
അവയ്ക്ക് നിവൃത്തി വരുത്തി. നിവൃത്തി വരുത്തി. എന്താണത് അങ്ങനെ പറയാൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 27 വാക്യത്തിൽ എന്താണ്? യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ, അല്ലേ, ഇങ്ങനെയല്ലേ, ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ഒരു സിനഗോഗ് വർഷിപ്പിൻ്റെ ആരാധനയുടെ ചില ക്രമമുണ്ട്. എന്താ ക്രമം? സിനഗോഗിലെ വർഷിപ്പിൻ്റെ, സിനഗോഗ് ആരാധനയുടെ ക്രമം ഏതാ? ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു സിനഗോഗ് വർഷിപ്പ് ആരംഭിക്കുന്നത് ക്ഷേമ വായിച്ചുകൊണ്ടാണ്. ക്ഷേമ ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ക്ഷമയല്ല, ക്ഷേമ നന്നായിട്ട് വായിച്ചോളൂ. ഇതൊക്കെ കേൾക്കാം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പഴയ നിയമ പ്രമാണങ്ങൾ വായിക്കും, സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കും, പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് വായിക്കും. അതിനുശേഷം പ്രബോധനമാണ്. പ്രബോധന ശേഷം ആശീർവാദം അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുക. അപ്പോൾ മസ്റ്റായിട്ട് സിനഗോഗിൽ എന്ത് വായിക്കും? ന്യായപ്രമാണത്തിൻ്റെ ഭാഗം വായിക്കും, പ്രവാചക പുസ്തകങ്ങൾ വായിക്കും, സങ്കീർത്തനങ്ങൾ വായിക്കും. ഈ പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും ന്യായപ്രമാണവും പ്രവചന പുസ്തകങ്ങളും വായിക്കുന്നതിന് കാരണം എന്താ? വരുവാനുള്ള മശിഹായെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പൗലോസിന് കിട്ടിയ അവസരത്തിൽ ഒരൊറ്റ പ്രസംഗമാണ് അങ്ങോട്ട് കൊടുത്തത്. എന്താണ്? ഇസ്രായേൽ പ്രമാണികളും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ പള്ളിക്കകത്ത് ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ പ്രവചന ഭാഗങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും ന്യായപ്രമാണങ്ങളും വായിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ മശിഹായെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് മറുവശം കൂടെ ഉണ്ട്. പലരും ചോദിക്കുകയാണ്, ഞാൻ ഇന്നാണല്ലോ നിങ്ങളുടെ സിനഗോഗിൽ വന്നത്, അല്ലേ? അപ്പം യഹൂദൻ്റെ സിനഗോഗ് ആരാധന അനുസരിച്ച് എന്ത് ചെയ്യണം? ക്ഷേമ വായിക്കണം, അല്ലേ? പിന്നെ പ്രവചന ഭാഗങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും മറ്റ് ന്യായപ്രമാണങ്ങളൊക്കെ വായിക്കണം. അതിനുകൂടെ പ്രബോധനമുണ്ട്. ഇതിലെല്ലാം ഊന്നി പറയുന്നത് എന്താണ്? വരുവാനുള്ള മശിഹായെ കുറിച്ചാണ്. ഇപ്പോൾ ഇത് ഇത്രയും നാൾ കേട്ടിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇത് വന്നവൻ ആരാണെന്ന്, മരിച്ചവൻ ആരാണെന്ന്, നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുവാൻ സമ്മതം കൊടുത്തവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇത്രയും നാളും വായിച്ചിട്ട് ഗ്രഹിച്ചില്ലേ? ശരിയാ, ഇന്നും ഇത് തന്നെയാണ്. പ്രസംഗം 1 മണിക്കൂർ പൊടി പൂരമാണ് നടക്കുന്നത്. ആമയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ സിനഗോഗിൽ പൗലോസ് പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ് പ്രസംഗിച്ചത്? ഒന്നുമില്ല. ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ, ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇതുപോലെ വചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ തലമുറ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ എനിക്ക് ചില അനുഭവം ഉണ്ടായിട്ടുണ്ട്. നല്ല എഡ്യൂക്കേറ്റഡായ കുട്ടികൾ എന്നോട് പറഞ്ഞത് എൻ്റെ ശുശ്രൂഷയ്ക്കകത്തിൻ്റെ റെസ്പോണ്ടിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ ആധുനിക തലമുറ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവദാസന്മാരുടെ പ്രസംഗത്തിൽ കണ്ടന്റ് ഇല്ലെന്ന്. എന്തില്ല? കണ്ടന്റ് ഇല്ല. നിങ്ങൾക്ക് ഒരു വിഷയമില്ല, കണ്ടന്റ് ഇല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ അത്? ഇപ്പോഴത്തെ ട്രെൻഡ് അതാ. ഇപ്പോഴത്തെ ട്രെൻഡിൽ നമ്മുടെ യുവജനങ്ങൾ പറയുന്നത് എന്താ? യോഗങ്ങൾ. ഇന്നെന്തില്ല? കണ്ടന്റ് ഇല്ല. അദ്ദേഹം പറഞ്ഞ കാരണം എന്നും പിള്ളേർ പറഞ്ഞ് എന്നും തിരിഞ്ഞും മറിഞ്ഞും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പ്രസംഗിക്കുന്നവരായ നമ്മൾ ഇത് ഓർക്കണം. ഇന്നലെ ഞാനത് പറയുകയും ചെയ്തു. നമ്മുടെ പിള്ളേരൊക്കെ ചിരിക്കുകയും ചെയ്തു. നികുമാർ കൊണ്ട് ചർച്ചിനകത്ത് വല്ലതും പറയുമെന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഓർത്തല്ല പറയുന്നത്, കണ്ടന്റില്ല. അപ്പോൾ ദിനം തോറും ഓരോ ശബത്ത് തോറും ന്യായപ്രമാണ ഭാഗങ്ങളും പിന്നെ പ്രവചന ഭാഗങ്ങളും സങ്കീർത്തന ഭാഗങ്ങളും പ്രസംഗിച്ചിട്ട് പ്രബോധിപ്പിച്ചിട്ട് ഈ വന്ന മശിക ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലേ? അതാ നമ്മുടെ 13-ാം അധ്യായം എത്രാമത്തെ വാക്യമായിരുന്നു? നമ്മൾ 26 മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയോളൂ, 26 മുതൽ ഉള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 27-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻ്റാണ് പറയുന്നത്. അപ്പം നമ്മുടെ സഭകൾ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പ്രശ്നം എന്താണ്? ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ആളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ആളുകളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം കേൾക്കപ്പെടുന്ന ദൈവവചനം അതിൻ്റെ ശക്തിയോടും നിറവോടും പരിശുദ്ധാത്മ സാന്നിധ്യത്തോടും റിസീവ് ചെയ്യുന്ന ആളുകൾ ദൈവസഭയ്ക്കകത്തുനിന്ന് കുറവാണ്. ഒരടക്കമില്ല, അനങ്ങാതിരിക്കുക. അല്ല, നിങ്ങൾ അടുത്ത ആഴ്ച പ്രസംഗിക്കുമ്പോൾ നോക്കിക്കോ, ഈ സിനഗോഗിൻ്റെ ഒരു ശനി ആവൃത്തിയാണ് അവിടെ കാണുന്നത്. പൗലോസ് ചോദിച്ചു, നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല? ഇതെല്ലാം വായിച്ചിട്ടും വ്യാഖ്യാനിച്ചിട്ടും മനസ്സിലാകുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അതിനും ജനം സ്വീകരിക്കാൻ. എന്നാൽ ഇപ്പോൾ ആത്മീയ ആരോഗ്യമുള്ള സഭകൾ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ആത്മീയ ആരോഗ്യം നഷ്ടപ്പെട്ട് ശോഷിച്ച അസ്ഥികൂടം പോലെ മെലിഞ്ഞ് അസ്ഥിയും തോലിയുമായി പല സഭകളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് എന്ത് ചെയ്യാണ്? ഇത് ഭക്ഷിച്ച് പ്രാപിച്ച് ബലം പ്രാപിക്കുകയും വളരുകയും ചെയ്യുന്ന സഭകളുണ്ട്. നമ്മൾ ഓർത്തുകൊള്ളണം. അങ്ങനെ അതാണ് എനിക്ക് ഈ നാളുകളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ഇതിനോട് ചേർന്ന് നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, സിനഗോഗിൽ പ്രസംഗിച്ച പ്രസംഗം എന്ത് ചെയ്തില്ല? അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലേ എന്നാണ് വായിക്കുന്നത്. നമുക്ക് 27-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. നിങ്ങൾ ബൈബിൾ നോക്കിയിരിക്കണം, എങ്കിൽ അർത്ഥം മനസ്സിലാകും. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. കാര്യം വിശദമായി പൗലോസ് ഓർപ്പിക്കുകയാണ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു, മരിച്ചു. വലിയ പ്രസംഗമാണ്. എവിടെ? സിനഗോഗിലാണ്. യഹൂദന്മാരിത് കേട്ടിട്ടില്ല. എന്നിട്ട് അവനെ മരത്തിൽ നിന്നും ഇറക്കി, കെട്ടിത്തൂക്കി നല്ല ക്രൂശിക്കപ്പെട്ടു, മരത്തിൽ നിന്നും ഇറക്കി. എന്നിട്ട് പറഞ്ഞു, മരിച്ചവരിൽ നിന്നും അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുകയാണ് അല്ലേ? അപ്പോൾ എവിടെ വരെ നമ്മൾ ചിന്തിച്ച് നടത്തി? നേതാക്കന്മാരും അറിഞ്ഞില്ല. ലൂക്കോസ് 23:4, യോഹന്നാൻ 18:38, യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 4-ഉം 6-ഉം വാക്യങ്ങൾ. യേശുവിനെ ക്രൂശിൽ നിന്നും ഇറക്കി കല്ലറയിൽ വെച്ചു. വാക്യം 29, 13-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഇതെന്താണ്? ഒന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. പൗലോസിൻ്റെ
സിനഗോഗിലുള്ള പ്രസംഗത്തിൽ പറയാണ്, നിങ്ങൾ മനസ്സിലാക്കാതിരുന്ന യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു, അവനെ ആ ക്രൂശിൽ നിന്നും ഇറക്കി. എന്ത് ചെയ്തെന്നാ? കല്ലർ വെച്ചു, മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. എനിക്ക് അരിമത്യയിലെ യോസേഫും നിക്കോദിമോസും കൂടി മൃതശരീരം ഏറ്റുവാങ്ങി കല്ലറയിൽ അവനെ അടക്കി. യോഹന്നാൻ 19:38 മുതൽ 40 വരെ. മത്തായി 27:59-60 വാക്യം. അപ്പോൾ സിനഗോഗിൽ പ്രസംഗിച്ചു, നിങ്ങൾ തിരിച്ചറിയാവുന്നവൻ ക്രൂശിച്ചു കൊന്നു, അവനെ ക്രൂശിനിറക്കി, കല്ലറ വെച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. എനിക്ക് 38-40 വരെ എഴുതോ. ദൈവം അവനെ ഉയർത്തെഴുന്നേറ്റു. സൈഡിൽ എഴുതണം. ഇതൊക്കെ ഞാൻ ഈ പോയിന്റുകളാണ്. പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഉപന്യാസം എഴുതി പോകുന്ന പോലെ എഴുതി പോകരുത്. അവനെ അതൊക്കെ സൈഡിൽ എഴുതിക്കണം. ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 30-ാം വാക്യം വായിച്ചേ. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ പറയാണ് യേശു ദൈവമാണെന്നും യേശു രക്ഷകനാണെന്നും. ആദ്യമേ ഞാൻ പറഞ്ഞു വിഷയം, സിനഗോഗിലെ പ്രസംഗ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. എന്താ? രക്ഷാവചനം അല്ലേ? രക്ഷാവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. എഴുതി പത്രോസിനെ പോലെ പൗലോസും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഊന്നി പറഞ്ഞു. ഊന്നൽ കൊടുത്തു പറഞ്ഞിട്ടുണ്ട്. പത്രോസിൻ്റെ ലേഖനങ്ങളും പൗലോസിൻ്റെ ലേഖനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ? ദൈവം അവനെ ഉയർപ്പിച്ചു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്താ? ഒരു വേള റോമാ സാമ്രാജ്യം മുഴുവൻ ഒരുമിച്ച് കൂടി ഈ ലോകത്തിൻ്റെ ശക്തികളും ദുഷ്ടശക്തികളും ലോക സാമ്രാജ്യങ്ങളും എല്ലാം ഒരുമിച്ച് കൂടി യേശുവിനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു, കൊന്ന് കല്ലറയിൽ അടക്കി. അല്ലേ? കിടക്കുകയാണോ അവിടെ? അല്ല. എന്ത് ചെയ്തു? 3-ാം നാൾ റോമൻ ഇമ്പീരിയൻ മുദ്രയെ തകർത്തുകൊണ്ട് അത് പൊട്ടിച്ചുകൊണ്ട് യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ ലോക സംഭവത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ചരിത്ര സംഭവം യേശു റോമൻ ഇമ്പീരിയൻ മുദ്രയെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അതാണ് സ്തോത്രം. അപ്പോൾ നമ്മൾ യേശുവിനെ ദൈവമെന്ന് പറയാൻ കാരണം, നമ്മളത് വിശ്വസിക്കാൻ കാരണം എന്താണ്? യേശു നമ്മൾ വിശ്വസിക്കുന്ന പ്രസംഗിക്കുന്ന യേശു മരിച്ചു, അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. അനേക ദൈവങ്ങളുണ്ട്, അനേക ദേവന്മാരുണ്ട്, അനേക ദൈവമാരുണ്ട്, അനേക ആൾദൈവങ്ങളുണ്ട്. പക്ഷേ അവരെല്ലാം മരിച്ച് കല്ലറ എന്ത് ചെയ്തിരിക്കുക? ചങ്ങല ഇട്ടിരിക്കുക. എന്താ ചങ്ങലെടുത്തതിൻ്റെ കാര്യം? എന്താ? ഉയർത്തെഴുന്നേൽപ്പിനൊരു പ്രത്യാശയില്ല. ഉയർത്തെഴുന്നേൽപ്പ്. അതുകൊണ്ട് ഇന്ന് ബന്ധുക്കൂസുകാരും അവൻ്റെ കാശിൻ്റെ
തിണ്ണമെടുക്ക് കാണിക്കാൻ നല്ല ചവക്കലൊക്കെ ഉണ്ടാക്കി ചങ്ങലയിട്ടിട്ടുണ്ട്. ആ കുടുംബത്തിനൊഴിയാണ് ഞങ്ങളുടെ ഇച്ചാനൊരു കാലത്തും എന്ത് ചെയ്തേരാം, എന്ത് ഒരു കാരണവശാലും എഴുന്നേറ്റ് വരികയില്ല. പുനരുത്ഥാന ദിവസത്തിൽ വിശുദ്ധന്മാരുടെ ഉയർപ്പിൽ ഞങ്ങളുടെ പിതാവ് കാണത്തില്ല, അവൻ അവിടെ കിടക്കട്ടെ എന്നൊരു ചങ്ങലിട്ടിരിക്കുക. അതൊക്കെയാണ് ഓരോരോ സന്ദർഭങ്ങൾ. അതുപോലെ ബോഡി വെക്കുന്ന സമയം കെട്ടുകളടിക്കും. ബൈബിളുണ്ടോ ചോദിച്ചാൽ ബൈബിളില്ല. ആചാരമാണോ എന്ന് ചോദിച്ചാൽ ആചാരവുമല്ല. അത് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പൽ, ഒരു അടയാളം എന്ന് പറയുന്നത് കെട്ടപ്പെട്ടവനായി പോകരുത് എന്നുള്ളതാണ്. എന്താണ്? കെട്ടപ്പെട്ടവനായി പോകരുത്. അപ്പോൾ ഉയർപ്പിൻ്റെ നാളിൽ അവൻ്റെ കെട്ടുകൾ, ചില പറഞ്ഞ കെട്ടുകൾ അഴിച്ചു വിട്ട് ഉയർത്തുന്നു, അതല്ല, അത് സിംബോളിക്കാണ്. അവനെ നമ്മൾ കെട്ടപ്പെട്ടവനായി അയക്കരുത്. അതാണ് കയ്യിലെയും കാലിലോ താടിയോ ഒക്കെ കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെടുന്നത് അവന് സ്വാതന്ത്ര്യത്തോടു കൂടെ അയക്കുകയാണ്. അപ്പം മരിച്ചു കിടക്കുകയാണെങ്കിൽ പോലും ഈ കെട്ട് അഴിക്കുന്ന കള്ളുകുടിയന്മാർക്കല്ല ഇത് പറയുന്നത്, നമുക്കറിയാം. അത് സിംബോളിക്കാണ്. ഒരു ഉയർപ്പിൻ്റെ ഒരു പ്രത്യാശ അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ കെട്ടപ്പെട്ട് കിടക്കത്തില്ല, എന്നെ കെട്ടിയിടാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിമ്പിളായിട്ടാണ് ബോഡിയുടെ കെട്ടൊക്കെ അഴിച്ചു വിടുന്നത്. അഴിച്ചു വിട്ടില്ലേലും കുഴപ്പമില്ല. അത് പിന്നെ അതിൻ്റെ സിംബോളിക്കാണ്, അതിൻ്റെ ഒരു അടയാളമാണ്, ഒരു സൂചനയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ഈ സൂചനകൾ, സിംബലുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോകട്ടെ, പക്ഷേ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അല്ലേ? ആ കല്ലറന്മേൽ വെച്ച കല്ലെന്താണ്? 20 ആളുകൾ ഒന്ന് തള്ളിയാൽ മാത്രമേ അത് നീങ്ങി പോകത്തുള്ളൂ. അപ്പോൾ കല്ലറ തന്നെ കല്ലാണ്, പിന്നെ കല്ലറയ്ക്കകത്ത് കിടക്കുന്നവൻ കല്ലാണ്. ആ കല്ലിന് പ്രത്യേകതയുണ്ട്. പുറമേ ഇരിക്കുന്നത് കല്ല്, കല്ലറ കല്ല്, അകത്ത് കിടക്കുന്നവൻ കല്ല്. പക്ഷേ അകത്ത് കിടക്കുന്ന കല്ലിനൊരു പ്രത്യേകത ഉണ്ട്. വചനം പത്രോസ് പറയുന്നു, ആ കല്ലിന് പ്രത്യേകത ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളും ജീവൻ പ്രാപിക്കും. അപ്പോൾ ഓർത്തുകൊള്ളണം, കല്ല് കൊണ്ടുണ്ടാക്കിയ കല്ലറയിൽ അതുപോലെ 20 പേർക്ക് തള്ളിമാറ്റാൻ പറ്റ വിധത്തിൽ ഒരു കല്ല്, അകത്ത് കിടക്കുന്നവൻ ജീവനുള്ള കല്ലാണ്. അപ്പോൾ ഓർത്തുകൊള്ളണം, ജീവനുള്ള കല്ലിനെ ഈ ലോക സാമ്രാജ്യ ശക്തികൾക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, ഒതുക്കി വെക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷത്തിലും തൻ്റെ ലേഖനങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന വിഷയം ജീവനാണ്, ലൈഫ്, ജീവനാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ജീവൻ നിങ്ങൾക്കുണ്ടാകേണ്ടതിന്, യോഹന്നാൻ 10:10 പറയുന്നു, അവൻ ജീവൻ നൽകേണ്ടതിന്. ആ ജീവനെക്കുറിച്ച് ഒക്കെ പറയുന്നത്, അതിന് പറയുന്ന മൂലഭാഷയിലൊക്കെ പറയുന്നത് ധാരാളമായ ജീവൻ, കൂമ്പാരമായി കൂട്ടിവെച്ചിരിക്കുന്ന, നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന എന്ന അർത്ഥത്തിലാണ് 10:10 ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ എന്താണ്? ധാരാളമായ ജീവനാണ്. അവനിൽ ലഭിക്കുന്ന ജീവൻ എന്താണ്? നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ജീവനാണ്. അതുകൊണ്ടാണ് ദൈവദാസനോട് പ്രസംഗത്തിൽ ഒരു 10 പ്രാവശ്യം പറയണം, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് അവനേശു ജീവനാകുന്നു. ഉണ്ടോ? ജീവൻ വെക്കുന്ന അതെൻ്റെ ഒരു സ്നേഹത്തിന് പഠിപ്പിക്കലാണ് ഞാൻ പറഞ്ഞത്. അവനെങ്ങനെ ഇത് പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളൊരു യാത്ര മൈലപ്പുറയ്ക്ക് ചെയ്തിവിടെ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, എന്നും കൂടെ വരാൻ പറഞ്ഞു ഒരാളെ കാണാൻ. അന്നേരം പോയിട്ട് തിരി വരുമ്പോൾ ജീവൻ്റെ കാര്യം പറയുന്നത്. ജീവൻ
നമ്മൾ പലരും പറഞ്ഞ് തോമാച്ച നീ ജീവനെ കുറിച്ച് പ്രസംഗിക്കണം. യേശു ജീവൻ, യേശു വന്ന ജീവൻ നൽകാനാണ്. അപ്പോൾ പ്രസംഗിച്ച് വരുമ്പോൾ കേൾക്കാത്ത ആളുകൾ ജീവനില്ലാത്തവരാണ്. ആ ജീവനില്ലാത്തവരോടാണ് യേശു ജീവനാണ്, അത് നിത്യജീവനാണ് നമുക്ക് നൽകുന്നത്. അത് പ്രസംഗിച്ചിട്ട് അത് മധ്യ ആത്മാവിൽ പറയണമെന്ന് പറഞ്ഞത് യേശുവിൻ്റെ ജീവൻ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അപ്പോൾ കളി കാണാമെന്ന് എന്നോട് പറയുന്നത്. ഇന്നലെ കളി കാണാമെന്ന് പറഞ്ഞപ്പോൾ ജീവൻ വെക്കുന്നത് കാണാമെന്നാണ് പറഞ്ഞത്. ഒരു ആത്മീയ ജനം ഉണ്ടാകും. എന്നെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ദുബൈയിലും ഒക്കെ സഭാചാരം ഇരിക്കുന്നവനെ. ഇപ്പം കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെയൊക്കെ പോയി ഈ പാരമ്പര്യമായ പ്രസംഗത്തെ എല്ലാം തിരിച്ചു മറിച്ച് കളഞ്ഞു. ഇത്ര പ്രസംഗമുണ്ട് എന്ന് പറഞ്ഞാണ്. ചെറിയ പാർട്ടിയൊന്നുമല്ല. ഇവിടുന്ന് പോയപ്പോൾ ചെറിയവനാണ് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാനൊക്കെ പോയത്. പക്ഷേ നമ്മുടെ കുഴപ്പം ഇതാണ്, യേശു ജീവൻ നൽകുന്നവനാണെന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ജീവനില്ലാത്ത കല്ലറയ്ക്കകത്ത് ജീവനില്ലാത്ത കല്ല് വെച്ച് മൂടിയതിനകത്ത് കിടക്കുന്നവനും കല്ലാണ്. പക്ഷേ ആ കല്ല് പ്രത്യേകത എന്താ? ജീവൻ വെച്ച് കഴിഞ്ഞാൽ ജീവൻ വെച്ച് ജീവൻ്റെ തുടിപ്പുള്ളവൻ അല്ലേ? ജീവൻ്റെ തുടിപ്പുള്ളവൻ, ജീവനുള്ള കല്ലായവൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവൻ പ്രാപിക്കാൻ വന്നപ്പോൾ ജീവനകത്ത് തുടിക്കാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? ജീവനില്ലാത്ത കല്ലറയും അതിന് മീതെ വെച്ച കല്ലും ചലിക്കാൻ തുടങ്ങി. സ്വതന്ത്രം യേശുവിൻ്റെ അതിയാനുള്ള നാമത്തിൽ പുറത്തു വരത്തില്ല. നമ്മളെ കെട്ടിവെച്ചിരിക്കുന്ന, എന്നത്തേക്കും തകർക്കാൻ ഒതുക്കി വെച്ചിരിക്കുന്ന അവന് ഏത് വിഷയമായാലും ആ കല്ലറയെ ചലിപ്പിച്ചതിന് മീതെ അടച്ച തടസ്സങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒന്ന് അകത്ത് കിടക്കുന്ന ജീവനുള്ള കല്ലാണ്. അതൊന്ന് വെച്ചാൽ മതി, അതൊന്ന് ജീവൻ വെച്ചാൽ മതി. എന്ത് ചെയ്യും? പുറമേയുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റും. അപ്പോൾ ഇത്ര നാളിൻ്റെ ആയപ്രമാണം വായിച്ചിട്ടും പ്രവാചകവചനം വായിച്ചിട്ടും സങ്കീർത്തനം വായിച്ചിട്ടും നിങ്ങൾ ഇവനെക്കുറിച്ച് അറിഞ്ഞില്ലേ എന്നിട്ട് പറയാണ്, ദൈവം ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അല്ലേ? എവിടെ വരെ എഴുതി? ഉയർത്തെഴുന്നേൽപ്പിച്ചു എഴുതിയില്ലേ? എഴുതിയായിരുന്നല്ലോ. ഊന്നി പറഞ്ഞു. എനിക്ക് പഴയ നിയമത്തെക്കുറിച്ചുള്ള 3 പരാമർശനങ്ങൾ പൗലോസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, 2-ാം സങ്കീർത്തനം 7-ാം വാക്യം. വാക്യം 34 വാക്യം 34 എഴുതിയിട്ട് യെശയ്യാപ്രവചനം 55:3 13:35 ചേർത്ത് എഴുതേണ്ടത് 16-ാം സങ്കീർത്തനം 10-ാം വാക്യം. നമ്മൾ ക്രൈസ്റ്റിനെ കുറിച്ച് ഒത്തിരി ചിന്തകൾ നമ്മൾ പഠിക്കണം. ഏതാണ്? 1 സങ്കീർത്തനം 2:7. രണ്ടാമത്തെ പഴയ നിയമ പരാമർശനം ആദ്യം പ്രവൃത്തി 13:34 എഴുതിയിട്ട് യെശയ്യാ 55:3 എഴുതണം. മൂന്നാമത്തത് പ്രവൃത്തി 13:35 എഴുതണം. എഴുതിയിട്ട് സങ്കീർത്തനം 16:10 വാക്യം. 33-ാം വാക്യം അധ്യായം വായിച്ച് 33-ാമത്തെ ആദ്യത്തെ 30 ഒന്നാം പറഞ്ഞത് അവിടെ 33-ാം വാക്യം കൊണ്ട് എഴുതിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരണി പറയാണ് ഈ യഹൂദന്മാരോട്, നീ എൻ്റെ പുത്രൻ. അപ്പോൾ അതിനെ തുടർന്ന് 34-ാം വാക്യത്തിൽ എന്താണ്? ദാവീദിൻ്റെ കൃപകളെക്കുറിച്ച് പറയുന്നു. 35-ന് 16-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഒന്ന് വായിച്ചേ. ഇനി ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം ഒന്ന് വായിച്ചാട്ട്. മതി. അപ്പോൾ 3
പഴയ നിയമ തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ട് മരിച്ചവൻ ആരാകുന്നു, യേശു കർത്താവാണെന്ന് സിനഗോഗിൽ പ്രസംഗിക്കുക. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. 33 നീ എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവനെ പറയാണ്, എൻ്റെ സന്ദർഭത്തിൽ പറയുന്നത് മശിഹയാണ് യേശുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളാക്കുന്ന ഒരു വാക്കാണിത്. ഏതാ ഈ യേശു ദൈവപുത്രൻ എന്നുള്ളത്? ദൈവത്തിന് ഒരു പുത്രൻ ഉണ്ടെന്ന് മുസ്ലിങ്ങൾ പറയുന്നത് ഖുർആൻ എന്തിനറിയാമോ? വിലക്കുകയാണ്, ഒരിക്കലും പറയരുതെന്ന്. അപ്പം നമ്മൾ പറയുന്നുണ്ട് ദൈവത്തിനൊരു പുത്രൻ, ആ പുത്രൻ ലോകത്തിലേക്ക് വന്നു, ആ പുത്രൻ മാനവരാശിയുടെ പാപരിയാൻ കാൽവറിൽ മരിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ അതിനെ എതിർക്കുന്നുണ്ട്. ദൈവത്തിന് പുത്രനോ എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പം ദൈവത്തിനൊരു പുത്രനുണ്ടെന്ന് മുസ്ലിങ്ങൾ പറയുന്നതുണ്ടല്ലോ, ഖുർആൻ അടിമുടി അത് വിലക്കുന്നുണ്ട്, പറയാൻ പാടില്ല. അതാണ് ഇസ്ലാമിക മതവും ക്രിസ്ത്യമതവും തമ്മിലുള്ള ഇത്. നിങ്ങൾ ചെറിയ താരതമ്യ പഠനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ ചെറിയ പുസ്തകങ്ങൾക്ക് കിട്ടും ബുക്ക് സ്റ്റാളിൽ. അപ്പം എന്താണ് ഇസ്ലാമിക റിലീജിയൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് പോകട്ടെ, പൗലോസ് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ പുത്രനെ കുറിച്ച് പറയുകയാണ്. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ എഴുതിക്കോ, പെട്ടെന്നാണ്, പാപമോചനം പ്രഖ്യാപിക്കപ്പെടുന്നു. എന്താണ് പാപമോചനം പ്രഖ്യാപിക്കപ്പെടുന്നു? 39 വാക്യത്തിൽ വായിച്ച് 39 വാക്യം. മതി. എനിക്ക് തുടർന്നുള്ള തൻ്റെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പാപമോചനത്തെ പ്രഖ്യാപിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിച്ചു. പാപമോചനവും അതെ. ഈ പ്രസംഗത്തിൽ ദാവീദിനെ പറ്റി എടുത്തു പറയുന്നു. പൗലോസ് എഴുതുന്ന 36 വാക്യം. തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. എന്നാൽ മരണത്തിലൂടെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു.
അത് 36-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിച്ചോളൂ, ഒന്നുകൂടെ പ്ലീസ്. ആ, അടുത്ത ചോദ്യത്തിന് നിങ്ങൾ മറുപടിയും പറയണം. ആ ദാവീദ് ആ തന്റെ തലമുറ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദ്രവത്വം കണ്ടു. ദൈവം മതി ദ്രവത്വം കണ്ടു അല്ലേ? ദ്രവത്വം കണ്ടു. ദാവീദ് ഹൃദയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അവൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ നമ്മൾ പറഞ്ഞു. ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് ജോലി ചെയ്തു, ശുശ്രൂഷ ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നൊക്കെ പൗലോസ് പ്രസംഗത്തിന് പറയാണ്. എന്നിരുന്നാലും മരണത്തിലൂടെ എന്ത് ചെയ്തു? തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. അത്ര മഹാനായിരുന്നെങ്കിലും ഒരു താരതമ്യം പൗലോസ് പറയാണ്. ദ്രവത്വം കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? അവൻ മരിച്ചു. അവൻ്റെ പൂർവപിതാക്കന്മാരടക്കപ്പെട്ടിടത്ത് അവനെ അടക്കി. ആ ഇസ്രായേൽ ഗോത്രപിതാക്കന്മാരോട് ചേർന്ന് അവനും ദ്രവത്വം കണ്ടു, അവനോട് ചേർന്നു. പക്ഷെ ഒന്നുണ്ടായില്ല. ഒരാൾക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, ഒന്നുണ്ടായില്ല. അതേതാണ്? അതന്നെ. സ്തോത്രം. താങ്ക് യു. അതിനടുത്ത വാക്യം വായിച്ച്, അടുത്ത വാക്യം വായിച്ച്. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ആ ദ്രവത്വം കണ്ടില്ല. ആ ഇതൊക്കെയാണെങ്കിലും ഏത് ദാവീദ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പ്രവർത്തിച്ചെങ്കിലും മരണത്തിലൂടെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. എന്നാൽ ദ്രവത്വം കാണാത്ത ഒരുവനെ ഉള്ളൂ എന്ന സിനഗോഗിൽ പറയാണ്. അത് മറ്റാരുമല്ല, നിങ്ങൾ തള്ളിക്കളഞ്ഞ് ക്രൂശിച്ചതുമായ യേശു കർത്താവാണ്. അവൻ മരിച്ചു എന്നുള്ളത് ശരിയാണ്, അടക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ദ്രവത്വം കണ്ടില്ല, അവൻ ഉയർത്തപ്പെട്ടു. അപ്പോൾ ആ വാക്യം പ്രസംഗിക്കുമ്പോൾ ഇതുകൂടെ ചേർത്തേ പറയാവുള്ളൂ. ഈ കാൽവറിയിലെ ആ എന്താണ് ആ മരണമെല്ലാം കൂടെ ചേർത്ത് ആ ഉയർത്തെഴുന്നേൽപ്പ്. പക്ഷെ വിശ്വസിക്കുന്നവരായ നാം ആരുടെ? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് നാം അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്കും ഒരു ഉയർപ്പുണ്ട്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ അല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ബാക്കി ദാവീദാണെങ്കിൽ പോലും മരിച്ചു, ദ്രവത്വം കണ്ടു. എന്നാൽ ദ്രവത്വം കാണാതിരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഈ രക്ഷാവചനമാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത് എന്ന് അടിവരയിടാതെ എന്ത് ചെയ്തു? പ്രസംഗിച്ചിട്ട് മുന്നറിയിപ്പ്. എനിക്ക് ഒരു മുന്നറിയിപ്പ് 40-41 വായിക്കാം. മുന്നറിയിപ്പ് എന്ന് കൊടുത്തൊന്ന് വായിച്ചേ. നോക്കുവീൻ. ആ ചെയ്യും. ആ സ്വതന്ത്രം. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും അല്ലേ? എത്ര വായിച്ചായിരുന്നു അത്? 41. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോഴേക്ക് ഉന്നതപ്പെടുത്തേക്ക് നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും. കൈഫം കൊടുത്തേ സൂക്ഷിച്ചു കൊള്ളുവീൻ. നിങ്ങളോട് പറയുന്നു സൂക്ഷിച്ചു കൊള്ളുവീൻ അല്ലേ? അവിടെ ഇല്ലേ 41 വാക്യത്തിൽ പറയുന്നുണ്ട് സൂക്ഷിച്ച് കൊള്ളുവീൻ എന്ന് പറയുന്നു. സ്വതന്ത്രം. ഹബക്കൂക്ക് പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം കൂടെ എഴുതിക്കും. ഹബക്കൂക്ക് 1:5 എഴുതിയോ? ദൈവം നമ്മെ ദൈവമായിട്ടുള്ള ശരിയായ ബന്ധത്തിലേക്ക്
സ്വീകരിപ്പാൻ തയ്യാറാണ് എന്ന സുവിശേഷത്തോടൊപ്പം എന്ന സുവിശേഷത്തോടൊപ്പം പൗലോസ് കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പാപമോചനം പ്രാപിപ്പാനുള്ള രക്ഷാവചനത്തെ, പാപമോചനം പ്രാപിപ്പാനുള്ള രക്ഷാവചനത്തെ തള്ളിക്കളയരുത് എന്നായിരുന്നു ആ മുന്നറിയിപ്പ്. പൗലോസിൻ്റെ ഈ വാക്കുകൾ ശ്രോതാക്കളിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. ആ വചന ശുശ്രൂഷ കേൾവിക്കാരുടെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. ബാക്കി 42 വായിച്ച്. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ സ്ഥലത്ത് ദൈവജനം തങ്ങളോട് പറയണം എന്നവർ അപേക്ഷിച്ചു. ഈ യോഗമെല്ലാം കഴിഞ്ഞ് ആശീർവാദമെല്ലാം പറഞ്ഞ് പ്രബോധനമെല്ലാം കഴിഞ്ഞ് ആശീർവാദം വാങ്ങി പോകുമ്പോൾ ആ പള്ളിക്കകത്ത് പൗലോസിൻ്റെ വാക്കുകൾ കേട്ട് ഹൃദയത്തിൽ സ്പർശിച്ച ആളുകൾ പറയാണ്, അടുത്ത ഞായറാഴ്ച അല്ലെങ്കിൽ അടുത്ത ശബത്തിൽ കടന്നു വന്ന് എന്ത് ചെയ്യണമെന്ന് ദൈവത്തിനെ വീണ്ടും ഞങ്ങളോട് പറയണം. എത്ര പേര് നമ്മുടെ സഭായവും കഴിഞ്ഞ് ഭാഷ അടുത്ത ഞായറാഴ്ച ഇതുപോലൊരു വചനം പ്രസംഗിക്കണേ എന്ന് പറഞ്ഞ് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇതേവരെ എൻ്റെ ജീവിതത്തിൽ ആരും എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞു പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള വചനം നമുക്ക് അടുത്ത ഞായറാഴ്ച ഹൃദയത്തെ സ്പർശിക്കുന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പൗലോസിൻ്റെ ആ പ്രസംഗം ചെയ്തു, ഹൃദയത്തെ വളരെ അത് സ്പർശിച്ചു. പിറ്റേ ശബത്തിലും എന്ത് ചെയ്യണം? എഴുതിക്കോ. നിരവധി യഹൂദന്മാരും ഭക്തിയുള്ള പുറജാതികളിൽ ചിലരും പുറജാതികളിൽ ചിലരും ഈ അപ്പോസ്തലന്മാരെ അനുഗമിച്ചു. പിറ്റേ ശബത്തിലും വചനം കേൾക്കേണ്ടതിന് ജനം കൂടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നൊരു ആത്മസാന്നിധ്യമായിരുന്നു അല്ലേ ആ വചന ശുശ്രൂഷയ്ക്ക്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ശരി, പ്രൈസ് ദി ലോർഡ്. ഈ പ്രസംഗത്തിൻ്റെ പരിണിത ഫലം 42, 43, 44 വാക്യങ്ങളിലാണ്. എത്ര പേര് വായിച്ചായിരുന്നു? വായിച്ചായിരുന്നോ അത്? വായിക്കാം. എത്രാമത്തെ വാക്യമായിരുന്നു അത്? 44 അല്ലേ? 43. അപ്പോൾ മതി. അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രസംഗത്തിൻ്റെ ഫലം 1, ദൈവവചനം കേൾക്കാൻ ചിലർ താല്പര്യം പ്രകടിപ്പിച്ചു.
വാക്യങ്ങൾ 42 മുതൽ 44 വരെ. 42 മുതൽ 44 വരെ. ദൈവകൃപയിൽ അതിനെ തുടർന്ന ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. തീത്തോസ് 2:11 ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യവും 11 എബ്രായർ 12:15 1 പത്രോസ് 5:12. ഒന്ന് പത്രോസിൻ്റെ ഞാനിങ്ങി 5:12 ഞാനിങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ഒന്ന് അത് ആ പ്രസംഗത്തിൻ്റെ പരിണതഫലം എന്താണ്? ആ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അവർ മറുപടി പറഞ്ഞു, നിങ്ങൾ ദൈവകൃപയിൽ നിലനിൽക്കണം എന്ന് പ്രഭു. കേട്ട ഈ തിരുവെഴുത്ത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ആ ശ്രദ്ധയോടെ കൈക്കൊള്ളണം. അപ്പോൾ എന്താണെന്ന് അറിയാമോ? കേട്ട രക്ഷാവചനം വല്ലപ്പോഴും ഒഴുകിപ്പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ്? കേൾക്കുന്ന വചനം വല്ലപ്പോഴുമല്ല, എല്ലായ്പ്പോഴും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കുന്നില്ല. ആമസോൺ നദി, നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നദികളൊന്നാണ് ആമസോൺ നദി. ആമസോൺ നദിയിലൂടെ തടി വെട്ടിക്കൊണ്ട് വലിയ ചങ്ങാടം കെട്ടിയാണ് വരുന്നത്. അപ്പോൾ ഒഴുക്കിൽ കൂടി പോലും ഇങ്ങനെയാണ് തടിയൊക്കെ കൊണ്ടുവരുന്നത്. 3-4 തടിയൊക്കെ കെട്ടി വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഈ തടിയുടെ കെട്ടം കഴിഞ്ഞു പോകും. അഴിഞ്ഞു പോകുന്ന സന്ദർഭങ്ങളിൽ തടിയെല്ലാം എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അതിൻ്റെ പണിക്കാരെ തടി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വീണ്ടും ഒരുമിച്ചാക്കി കൂട്ടിക്കെട്ടും. അപ്പം കേട്ട വചനവും വാഗ്ദത്തവും വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, അഥവാ ഒഴുകിപ്പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ തീരുമാനത്തേതിന് വാഗ്ദത്തത്തിന് വിശ്വാസത്തെയും ആലോചനയെയും ഒക്കെ മുറുക്കി വയ്ക്കുന്ന കയറെവിടെങ്കിലും അഴിഞ്ഞിട്ടുണ്ടോ? ആ കെട്ടഴിഞ്ഞിട്ടുണ്ടോ? ആ കെട്ട് പൊട്ടിയിട്ടുണ്ടോ? ആ കെട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ആ കയർ അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കേട്ട വചനമോ വാഗ്ദത്തമോ നിൽക്കത്തില്ല. അവ ആമസോൺ നദിയിലെ ചങ്ങാടത്തിന് കെട്ടഴിഞ്ഞ തടികൾ അവിടെ ഇവിടെയും ഒഴുകുന്നത് പോലെ ഒഴുകും. അങ്ങനെ കേട്ട വചനം വല്ലപ്പോഴും ഒഴുകിപ്പോകാൻ ഇടയാകരുത്. ഒഴുകിപ്പോകുന്നെങ്കിൽ നമ്മുടെ തീരുമാനത്തിൻ്റെ കെട്ടൊക്കെ എവിടെയോ വേഗത്തിൽ കൂട്ടിക്കെട്ടിക്കോളാം. അല്ലെങ്കിൽ നീ ചെന്ന് ആമസോൺ നദി എന്ന് പതിക്കുന്ന ഇടം ഭയാനകമാണ്. അവിടെ ചെന്ന് വീഴും. പെന്തക്കോസ്തിനാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്ന് സഭയ്ക്കകത്തിരിക്കുന്നവൻ്റെ പല ചങ്ങാടങ്ങളെയും തീരുമാനത്തിൻ്റെ കയറ് പൊട്ടിയേച്ചിരിക്കുന്നവരാണ്. ഒരു കൂട്ടിക്കെട്ടാൻ പോലും പറ്റാത്ത വിധത്തിൽ തീരുമാനങ്ങളെല്ലാം അഴിഞ്ഞും പറഞ്ഞും ഇവരെ നിൽക്കുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ പൗലോസ് സിനഗോഗ് വിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾ ആ കേട്ട വചനം എന്ത് ചെയ്യണം? നിങ്ങൾ കേട്ട വചനപ്രകാരം ദൈവകൃപയിൽ നിലകൊള്ളണം എന്നും പ്രബോധിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് വിടുന്നത്. രണ്ടാമത്തെ ഫലം വാക്യങ്ങൾ എഴുതിയായിരുന്നോ? 5:12 തീത്തോസ് 2:11 എഴുതിയില്ലേ? ശരി. 2
രണ്ടാമത്തെ ഫലം 45, 46, 50 വായിച്ച് 45 യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട സ്ത്രീ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്ന എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം കൊണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരെന്ന് തിരിച്ചു കളയുന്നതിനാൽ ഇതാ നിങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. നിർത്തി. രണ്ടാമത്തെ പരിണത ഫലം, ചിലർ എതിർത്തു നിന്നു. ഈ സിനഗോഗിലെ പ്രസംഗം ചിലരെന്ത് ചെയ്തു? എതിർത്തു. എവിടെയാണ് ചിലർ വചനം കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു, നിങ്ങൾ കൃപയിൽ നിലനിൽക്കണമെന്ന് പ്രബോധിപ്പിച്ചു. രണ്ടാമത്തെ ഫലം, ചിലർ എതിർത്തു. വാക്യങ്ങളിലേക്കോ, വാക്യം 45, 46, 50. ഇനി മൂന്നാമത്തത് 48 വാക്യം വായിച്ച് 49, 52. കർത്താവിന്റെ വചനം 48. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാവരും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാം വിശ്വസിച്ചു. വായിച്ചേ. മതി. അവിടെ മുകളിൽ നമ്മൾ അതിൻ്റെ 48 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ദൈവജനത്തെ മഹത്വപ്പെടുത്തി അല്ലേ? 48 ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവജനത്തെ മഹത്വപ്പെടുത്തി. മൂന്നാമത്തെ പരിണത ഫലം, ചിലർ വിശ്വസിച്ചു, സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. ചിലർ വിശ്വസിച്ച് സന്തോഷത്തിലേക്ക് അവർ പ്രവേശിച്ചു. 13-ാം അധ്യായം 48, 49, 52 വാക്യം. ആ സിനഗോഗിലെ നീണ്ട പ്രസംഗം, ഇസ്രായേൽ ചരിത്രത്തിൻ്റെ പിതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞാരംഭിച്ച് ശ്രേഷ്ഠനായ ദാവീദ് രാജാവിനെ കുറിച്ച് ഓർപ്പിച്ച് മരിച്ചു, പിതാക്കന്മാരോട് ചേർന്നു. എന്നാൽ അതിൽ ശ്രേഷ്ഠനായ ഒരുവൻ ആയ കർത്താവ് മരിച്ചു, ദ്രവത്വം കണ്ടില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആ പ്രസംഗത്തിന് 3 ഫലമാണുണ്ടായത്. അതിലൊന്നേതാ? വചനം കേൾക്കാൻ ചിലർ താല്പര്യം പ്രകടിപ്പിച്ചു. രണ്ടാമത്തത് എന്താണ്? ചിലർ ആ വചനത്തെ എതിർത്തു നിന്നും. മൂന്നാമത്തെ എന്താണ്? ചിലർ വിശ്വസിച്ചു, സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. അപ്പം ഒരിടത്ത് ദൈവവചനം പ്രസംഗിച്ചാൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഉളവാകും. ചിലരെതിർക്കും, ചിലരെന്ത് ചെയ്യും? കേൾക്കാത്ത സ്വീകരിക്കും. ചിലർ കേട്ട വചനം സന്തോഷത്തോടെ കൈക്കൊണ്ട് ഒരു ഭവനത്തിലേക്ക് പോകും. ഈ മഹത്തായ അനുഭവം ആ സിനഗോഗിലുണ്ടായതുപോലെ ദൈവസഭകളിൽ ഉണ്ടാകട്ടെ എന്നാണ് 13-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്.